എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അബ്ദുൾ സനൂഫ് കസ്റ്റഡിയിലായി എന്ന വിവരം കൂടി വരുന്നുണ്ട്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ചെന്നൈയിൽ നിന്നാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഈ കൃത്യത്തിലും പ്രതിയുടെ പങ്ക് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും അയാൾ സമ്മതിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പോലീസ് അറിയിക്കുന്നത്? വിജയകുമാർ, അല്പസമയം മുൻപാണ് അബ്ദുൾ സനൂഫിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ ചെന്നൈ ആവടിയിലുള്ള ഒരു ഫ്ളാറ്റിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. ഇവിടേക്കെത്തിയ പോലീസ് സംഘം തന്ത്രപരമായി ഇയാളെ പിടികൂടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഇയാളുടെ മൊബൈൽ ഫോൺ ഒരു തവണ സ്വിച്ച് ഓൺ ആയിരുന്നു. ഇത് ബംഗളൂരുവിൽ വെച്ചാണ് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം നടത്തി. പക്ഷേ പോലീസ് പുറകെ ഉണ്ടെന്നറിഞ്ഞ അബ്ദുൾ സനീഫ് ഇവിടെ നിന്ന് മുങ്ങി. അങ്ങനെയാണ് അയാൾ ചെന്നൈയിലേക്ക് എത്തുന്നതും അവിടെ ഒളിച്ചു താമസിക്കുകയും ചെയ്തത്. ഇയാൾ വേഷപ്രച്ഛന്നനായി ഒരു ഫ്ളാറ്റിൽ കഴിയുകയായിരുന്നു. അവിടേക്ക് പോലീസ് എത്തുകയും ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ഒരു ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ഒപ്പമുണ്ടായിരുന്ന ഒരു യുവാവ്, അതായത് ഈ അബ്ദുൾ സനൂഫിനെ കാണാതാവുകയും ചെയ്തു. പിന്നാലെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ ഈ ഫസീലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അന്വേഷണം അബ്ദുൾ സനൂഫിലേക്ക് നീളുന്നത്. സനൂഫിനായുള്ള തിരച്ചിൽ അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെയാണ് ചെന്നൈയിൽ നിന്ന് ഇയാൾ പിടിയിലാകുന്നത്. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രാഥമികമായ പോലീസിന്റെ ഒരു നിഗമനം, നേരത്തെ ഒരു പരാതി അബ്ദുൾ സനൂഫിനെതിരെ ഈ ഫസീല നൽകിയിരുന്നു. ഈ പരാതിയിൽ 89 ദിവസം അബ്ദുൾ സനൂഫ് ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ കിടന്ന് പുറത്തു വന്നതിന് ശേഷമാണ് വീണ്ടും ഇവർ രണ്ടുപേരും അടുക്കുന്നതും പരിചയത്തിലാകുന്നതും. അങ്ങനെ ഈ ഫസീലയെ ഇവിടേക്ക് കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊലപാതകം നടത്തി. അതായത് നേരത്തെ ഈ പരാതി നൽകിയതിലുള്ള പക കാരണം ഈ യുവതിയെ ഈ അബ്ദുൾ സനൂഫ് കൊലപ്പെടുത്തി. അതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഈ കൃത്യത്തിൽ മറ്റാരെങ്കിലും പങ്കാളിയായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ലഭ്യമാകൂ. ശരി അഭിജിത്ത്, അയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത്, മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പ്രതി അബ്ദുൾ സനൂഫിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കസ്റ്റഡിയിലെടുത്തത് ചെന്നൈയിൽ നിന്നാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.